നിങ്ങളുടെ ദൈനംദിന ഡോസ് വിറ്റാമിൻ ഡി നേടാൻ ഈ മികച്ച വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം. 1. കോൺ. സസ്യാഹാരികൾക്ക് വിറ്റാമിൻ ഡിയുടെ ചില പ്രകൃതിദത്ത ഉറവിടങ്ങളിലൊന്നാണ് കോൺ. കോൺ സൂര്യപ്രകാശത്തിലോ അൾട്രാവയലറ്റ് പ്രകാശത്തിലോ തുറന്നു കാട്ടുന്നത് അവയുടെ വിറ്റാമിൻ ഡിയുടെ അളവ് വർദ്ധിപ്പിക്കും. ഫോർട്ടിഫൈഡ് ഫുഡ്സ്. പ്രാതൽ ധാന്യങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, സോയാപാൽ, ബദാം പാൽ, ഓട്സ് പാൽ എന്നിവ പോലുള്ള സസ്യാധിഷ്ഠിത പാൽ ബദലുകൾ ഉൾപ്പെടെ പല ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡി കൊണ്ട് സമ്പന്നമാണ്. ടോഫു. ടോഫു എന്നത് വിറ്റാമിൻ ഡി കൊണ്ട് സമ്പുഷ്ടമായ ഒരു വൈവിധ്യമാർന്നതും പോഷകപ്രദവുമായ സസ്യാഹാരമാണ്. ഇത് പ്രോട്ടീൻ്റെയും കാൽസ്യത്തിൻ്റെയും നല്ല ഉറവിടം കൂടിയാണ്. സോയാ മിൽക്ക്. സോയാ പാൽ ഒരു പ്രശസ്തമായ സസ്യാധിഷ്ഠിത പാൽ ബദലാണ്. ഇത് പലപ്പോഴും വിറ്റാമിൻ ഡി കൊണ്ട് സമ്പന്നമാണ്. ഇത് പ്രോട്ടീൻ്റെയും മറ്റ് അവശ്യ പോഷകങ്ങളുടെയും നല്ല ഉറവിടം കൂടിയാണ്. ബദാം പാൽ. ബദാം പാൽ മറ്റൊരു പ്ലാന്റ് അധിഷ്ഠിത പാൽ ബദലാണ്. ഇത് പലപ്പോഴും വിറ്റാമിൻ ഡി ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നു. ഇതിൽ കലോറി കുറവാണ്. വിറ്റാമിൻ ഇയുടെ നല്ല ഉറവിടമാണ്. ഓട്സ് മിൽക്ക്. ഓട്സ് മിൽക്ക് ഒരു പുതിയ പ്ലാന്റ് അധിഷ്ഠിത പാൽ ബദലാണ്. അത് കൂടുതൽ പ്രചാരത്തിലുണ്ട്. ഇത് പലപ്പോഴും വിറ്റാമിൻ ഡി ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുകയും നാരുകളുടെ നല്ല ഉറവിടമാണ്. ചീസ്. ചീസ് വൈറ്റമിൻ ഡിയുടെ നല്ല ഉറവിടമാണ്. പ്രത്യേകിച്ച് ഫോർട്ടിഫൈഡ് പാലിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ. കാൽസ്യം, പ്രോട്ടീൻ എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണിത്. മുട്ടയുടെ മഞ്ഞക്കരു. മുട്ടയുടെ മഞ്ഞക്കരു വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടമാണ്. കൂടാതെ പ്രോട്ടീൻ, കോളിൻ തുടങ്ങിയ മറ്റ് അവശ്യ പോഷകങ്ങളും. അവസാനമായി, നിങ്ങളുടെ ദൈനംദിന വിറ്റാമിൻ ഡി ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന നിരവധി വൈറ്റമിൻ ഡി അടങ്ങിയ സസ്യാഹാരങ്ങളുണ്ട്. ഇവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. വർഷം മുഴുവനും ശരിയായ അളവിൽ വിറ്റാമിൻ ഡി കഴിക്കുന്നത് ഉറപ്പാക്കാൻ മിതമായ അളവിൽ ഇവ കഴിക്കാനും കൊഴുപ്പുള്ള മത്സ്യം പോലെയുള്ള മറ്റ് വിറ്റാമിൻ ഡി സമ്പന്നമായ ഓപ്ഷനുകളുമായും അവയെ ജോഡിയാക്കാനും ഓർമ്മിക്കുക. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.